ഹലോ എവരിവൺ. നമ്മളിന്ന് പറയാൻ പോകുന്നത് കലോട്ടസ് വേഴ്സിക്കോളർ. കലോട്ടസിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് കലോട്ടസ് വേഴ്സിക്കോളർ. ഈ കലോട്ടസിൻ്റെ സെൻസ് ഓർഗനെ കുറിച്ചാണ് പറയുന്നത്. The sense organ of calotus include olfactory, optic, stato-acoustic organ. Olfactory എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഒപ്റ്റിക് എന്ന് പറയുന്നത് നമുക്കറിയാം ഐ ആണ്. സ്റ്റാറ്റോ അക്കോസ്റ്റിക് ഓർഗൻ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ വേണ്ടി, ഹിയറിങ്ങിന് വേണ്ടിയിട്ട് ഇയർ ആണ്. ഓൾഫാക്ടറി ഓർഗൻസ് ആർ എ പെയർ ഓഫ് കോംപ്ലക്സ് ഓർഗൻ. ഓൾഫാക്ടറി ഓർഗൻസ് എന്ന് പറഞ്ഞാലൊരു ഓൾഫാക്ടറി ഓർഗനായിട്ട് ഇതിൻ്റെ ബോഡിയിലുള്ളത് ഒരു പെയർ ഓഫ് കോംപ്ലക്സ് ഓർഗനാണ്. അതിന് പറയുന്ന പേരാണ് ജാക്കബ്സൺസ് ഓർഗൻ അല്ലെങ്കിൽ വൊമിറോ നെയ്സൽ ഓർഗൻസ്. എവിടെയാണ് വൊമിറോ നെയ്സൽ ഓർഗൻസ് അല്ല. അപ്പോൾ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എവിടെയാണുള്ളത്. ദേ ആർ ലൊക്കേറ്റഡ് ബിലോ ദി നെയ്സൽ ക്യാവിറ്റി. നെയ്സൽ ക്യാവിറ്റീൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ജാക്കബ്സൺസ് ഓർഗൻ അല്ലെങ്കിൽ വൊമിറോ നെയ്സൽ ഓർഗൻസ് എന്ത് ചെയ്യുന്നത്, സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഈ ജാക്കബ്സൺസ് ഓർഗൻസ് എന്ന് പറയുന്നത് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളത് ഏതൊക്കെ ആനിമൽസിലാണ്? സ്ഫീനോഡോണിൽ, പിന്നെ ലിസാർഡ്, സ്നേക്സിലൊക്കെയാണ് ഇത് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളത്. പക്ഷേ കിലോണിയൻസിലും ക്രൊക്കഡൈൽസിലും, ഈ റെപ്റ്റൈൽസിൽ തന്നെ പെടുന്ന കിലോണിയൻസിലും ക്രൊക്കഡൈൽസിലും ഇത് എന്തില്ല, ഈ പ്രസൻ്റ് അല്ല, ആബ്സെൻ്റ് ആണ്. ഇനി ജാക്കബ്സൺസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും. നേസൽ ക്യാവിറ്റിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഒരു ഓർഗനാണ്. പെയർ ഓഫ് ഓൾഫാക്ടറി ഓർഗനാണിത്. ദെൻ ഇതൊരു സ്മോൾ സാക്ക് പോലെയാണ് കാണുന്നത്. പക്ഷേ സ്ട്രോങ്ലി പിഗ്മെൻറ്റഡ് വോൾസ് ആണ്, പിഗ്മെൻറ്റ്സുകളാണ് ഇതിൽ കൂടുതലായിട്ട് കാണുന്നത്. ഇറ്റ് ഈസ് ലൈൻഡ് ബൈ ഓൾഫാക്ടറി എപ്പിത്തീലിയം. ഓൾഫാക്ടറി എപ്പിത്തീലിയം കൊണ്ടാണ് ഇതിന് ചുറ്റും ലൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഓപ്പൺസ് ബിഹൈൻഡ് ഇൻ ടു ദ മൗത്ത് ബൈ എ ഡക്റ്റ്. അതായത് മൗത്തിന് തൊട്ട് താഴെയായിട്ടാണ് ഇത് തുറന്ന് കാണുന്നത്. പക്ഷേ ഇത് ആ ഓപ്പണിംഗ് കൊടുക്കുന്നത് ആരാണ്? ഒരു ഡക്റ്റാണ്. ഈ ജാക്കബ്സൺസ് ഓർഗൻസ് അറൈസ് ചെയ്യുന്നത് ആസ് എൻ ഇൻവാജിനേഷൻ ഫ്രം ദ എംബ്രിയോണിക് നേസൽ ഓർഗൻ. നേസൽ ഓർഗനിൽ ഒരു കുഴി പോലെ ഒരു ഭാഗമുണ്ട്. അവിടെ നിന്നാണ് ഈ ഒരു ഓർഗൻ അറൈസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇന്നർവേറ്റഡ് ബൈ ദി ബ്രാഞ്ചസ് ഓഫ് ഓൾഫാക്ടറി ആൻഡ് ട്രൈജെമിനൽ നെർവ്സ്. അപ്പോൾ ഇതിന് ചുറ്റുമായിട്ട് അല്ലെങ്കിൽ ഇതിൽ നിറയെ എന്തുണ്ട്? ബ്രാഞ്ചസ് ഓഫ് ഓൾഫാക്ടറി അല്ലെങ്കിൽ ട്രൈജെമിനൽ നെർവ്സ് ഉണ്ട്. ഇൻ മോസ്റ്റ് ലിസാർഡ്സ് ആൻഡ് സ്നേക്സ്, എല്ലാ ലിസാർഡ്സിൻ്റെ കേസിലാണെങ്കിലും സ്നേക്കിൻ്റെ കേസിലാണെങ്കിലും ഇതൊരു എന്തായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ഫങ്ഷൻ ആസ് എൻ ഓർഗൻ ഫോർ അപ്രീസിയേറ്റിംഗ് സെൻ പാർട്ടിക്കിൾസ് ആൻഡ് ഓൾസോ ഫോർ ടെസ്റ്റിംഗ് ദ ക്വാളിറ്റി ഓഫ് ഫുഡ്. അതായത് എത്ര നല്ല ഫുഡാണോ അല്ലെങ്കിൽ ഫുഡിൻ്റെ ക്വാളിറ്റിയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, സെൻ പാർട്ടിക്കിളായിട്ട്. ദറ്റ് ഈസ് ഹെൽഡ് ഇൻ ദ മൗത്തിൽ വെച്ചിട്ടാണത് ചെക്ക് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തതാണ് ഒപ്റ്റിക്. ഒപ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐ ആണ്. ഐ ഓർ വിഷ്വൽ ഓർഗൻസ് ഹാവ് ദി ടിപ്പിക്കൽ സ്ട്രക്ചർ ആസ് ഫൗണ്ട് ഇൻ അതർ വേർട്ടിബ്രേറ്റ്സ്. എല്ലാ വേർട്ടിബ്രേറ്റ്സിലും കാണുന്ന പോലെ തന്നെയാണ്, ഒരു ടിപ്പിക്കൽ സ്ട്രക്ചർ തന്നെയാണ്, ഒരു വിഷ്വൽ ഓർഗൻ തന്നെയാണ് ഐ. ദേ ആർ പ്രൊവൈഡഡ് വിത്ത് എ മൂവബിൾ, നമുക്കുള്ളതുപോലെ തന്നെ ഒരു മൂവബിൾ ആയിട്ടുള്ള അപ്പർ അല്ലെങ്കിൽ ലോവർ ഐലിഡ്സ് ഉണ്ട്. പിന്നെ അതുകൂടാതെ നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ ഉണ്ട്. നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും. ഇതാണ് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഐബോൾ ഹാസ് 3 ലെയേഴ്സ്: ഔട്ടർ സ്ക്ലീറോട്ടിക് കോട്ട്, മിഡിൽ കൊറോയിഡ് കോട്ട് ആൻഡ് ഇന്നർ റെറ്റിന. ഈ സ്ക്ലീറോട്ടിക് കോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കാർട്ടിലേജ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കാർട്ടിലേജിനസ് ലെയറാണിത്. എപ്പോഴും ഇതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, എക്സ്റ്റേണലി സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു റിംഗ് ആണ്. ആ റിംഗ് ഓഫ് സ്മോൾ ബോൺസ് ആണ്. ദെൻ കൊറോയിഡ് കോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വാസ്കുലാർ ആണ്. വാസ്കുലാർ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് വെസൽസ് നിറയെ കാണുന്നുണ്ട്. ആൻഡ് റെറ്റിന ഈസ് നെർവസ് ലെയർ. നെർവ്സുകളാണ് റെറ്റിനയിൽ കൂടുതൽ കാണുന്നത്. റെറ്റിന കൺസിസ്റ്റ് ഓഫ്, റെറ്റിനയിൽ എന്തുണ്ട്? ഫോട്ടോ സെൻസിറ്റീവ് സെൽസുകൾ, റോഡ്സും കോൺസും ഉണ്ട്. കോൺസാണ് കൂടുതലുള്ളത് റോഡ്സിനേക്കാളും. ഇൻ ദ ബാക്ക് ഓഫ് റെറ്റിന ദർ ആർ ഹൈലി സെൻസിറ്റീവ്, റെറ്റിനയുടെ തൊട്ട് പുറകിലായിട്ട് ഒരു സെൻസിറ്റീവ് സ്പോട്ട് ഉണ്ട്. ആ സ്പോട്ടിന് പറയുന്ന പേരാണ് ഏരിയ സെൻട്രാലിസ്. അവിടെ എന്തുണ്ട്? ധാരാളമായിട്ട് അല്ലെങ്കിൽ ഹെവി കോൺസെൻട്രേഷൻ ഓഫ് റൂട്ട്സ് ഉണ്ട്. സോ ഇറ്റ് സെർവ് ആസ് എൻ ഏരിയ ഓഫ് മോസ്റ്റ് ഇൻറ്റൻസ് വിഷൻ. ഏറ്റവും കൂടുതൽ വിഷൻ അല്ലെങ്കിൽ ഇൻറ്റൻസ് വിഷൻ സെർവ് ചെയ്യാൻ കാരണം എന്താണ്? ഈ ഒരു ഏരിയയിൽ കാണാൻ കാരണം ഇവിടെ ഹൈ അല്ലെങ്കിൽ ഹെവി കോൺസെൻട്രേഷൻ ഓഫ് റൂട്ട്സ് ഉള്ളതുകൊണ്ടാണ്. കോൺ സെൽസിൽ എന്തുണ്ട്? ഓയിലി
യെല്ലോ ഫ്ലൂയിഡ് കാണുന്നുണ്ട്. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ദേ ഫിൽട്ടർ ദ ഇൻകമ്മിങ് ലൈറ്റ്, അതായത് ഡയറക്റ്റായിട്ട് വരുന്ന ആ ലൈറ്റിനെ ഫിൽട്ടർ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ലൈറ്റ്, ഹൈ ഇൻറ്റൻസിറ്റിയിലെ ലൈറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്തിട്ട് ക്രോമാറ്റിക് അബ്രിയേഷൻസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. കുത്തുന്ന പോലത്തുള്ള ലൈറ്റിൽ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ദ പോയിൻറ്റ് വേർ ദ ഒപ്റ്റിക് നെർവ് ജോയിൻസ്, എവിടെയാണോ ഒപ്റ്റിക് നെർവ്സുകൾ ജോയിൻ ചെയ്തത്, അല്ലെങ്കിൽ റെറ്റിന എവിടെയാണോ അവിടെ റെറ്റിനയിൽ എന്തില്ല? റോഡ്സും കോൺസും ഒന്നും ഇല്ല. സോ ഇറ്റ് ഈസ് ഇൻസെൻസിറ്റീവ് ടു ലൈറ്റ് ആൻഡ് ഹെൻസ് അവിടെ ബ്ലൈൻഡ് സ്പോട്ട് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒപ്റ്റിക് നെർവ്സുകളൊന്നും കയ്യിൽ ജോയിൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ലൈറ്റ് കടക്കുന്നില്ല, അവിടെ ബ്ലൈൻഡ് സ്പോട്ടാണ്. ഐ ഗ്ലാൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ടെണ്ണമാണ്, ലാക്രിമൽ ഗ്ലാൻസും ഹാർഡേറിയൻ ഗ്ലാൻസും. ഹൈ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെക്രീഷനാണ് മോയ്സ്റ്റിനിങ്, ഒരു ക്ലെൻസിങ് സെക്രീഷൻസ് ഐ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും എക്സ്പോസ്ഡ് ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഭാഗമാണെന്ത്? സ്ക്ലീറോട്ടിക് കോട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മോഡിഫൈഡ് ഇൻ ടു ട്രാൻസ്പാരൻറ്റ് ലെയർ കോൾഡ് കോർണിയ. അതിനെയാണ് ട്രാൻസ്പാരൻറ്റ് ലെയർ കോർണിയ എന്ന് പറയുന്നത്. കോർണിയയെ എപ്പോഴും ഒരു റിംഗ് ഓഫ് സ്മോൾ സ്ക്ലീറോട്ടിക് ബോൺസ് അല്ലെങ്കിൽ സ്ക്ലീറോട്ടിക് ഓസിക്കിളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. റിംഗ് ലൈക്ക് ബോൺസ് ആണത്. ഇതിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ട്രാൻസ്പാരൻറ്റ് മെമ്പറൈൻ ഉണ്ട്, അതിനെയാണ് കൺജക്റ്റൈവ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഐലിഡ് ലൈനിങ്ങിൻ്റെ കണ്ടിന്യൂഷനെയാണ് കൺജക്റ്റൈവ എന്ന് പറയുന്നത്. എക്സ്പോസ്ഡ് പാർട്ട് അല്ലെങ്കിൽ കൊറോയിഡ് കോട്ട് എന്ന് പറഞ്ഞാൽ ഈസ് മോഡിഫൈഡ് ഇൻ ടു ആൻ ഒപ്പാക് വെർട്ടിക്കൽ കർട്ടൻ കോൾഡ് ഐറിസ്. ഒരു കട്ടൺ ലൈക്ക് സ്ട്രക്ചറിൻ്റെ ഐറിസ് ആണ്. ഇൻ ദ സെൻറ്റർ ഓഫ് ഈ ഐറിസിൻ്റെ സെൻറ്ററിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ചെറിയ നമുക്ക് കാണാൻ പറ്റും. അതിനെ പ്യൂപ്പിൾ എന്നാണ് പറയുന്നത്. അതാണ് ഈ ലൈറ്റിൻ്റെ പാസേജിനെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. ഐറിസിനെ നമുക്ക് ഡിവൈഡ്സ് എ ക്യാവിറ്റി ഓഫ് ഐബോൾസ് ഇൻ ടു ഫ്ലൂയിഡ് ഫിൽഡ് ചാമ്പേഴ്സ്. അതൊക്കെ ഔട്ടർ അക്വസ് ചാമ്പർ ഉണ്ട്, ഇന്നർ വിട്രിയസ് ചാമ്പർ ഉണ്ട്. അക്വസ് ചാമ്പറിൽ എന്തുണ്ട്? ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അക്വസ് ഹ്യൂമറും. വിട്രിയസ് ചാമ്പറിൽ വിട്രിയസ് ഹ്യൂമർ എന്നിങ്ങനെ രണ്ട് ഫ്ലൂയിഡ്സ് ആണുള്ളത്. പിന്നെ അതുകൂടാതെ ഒരു കുഷ്യൻ ലൈക്ക് വാസ്കുലർ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു കുഷ്യൻ ലൈക്ക് പിഗ്മെൻറ്റഡ് സ്ട്രക്ചർ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് പെക്ടൻ അല്ലെങ്കിൽ കോണസ് പാപ്പിലാരിസ്. ഇത് എപ്പോഴും പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നാണ് ഇത് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത് ടു ദ വിട്രിയസ് ചാമ്പറിലേക്ക്. പെക്ടൺ ഓഫ് ബേർഡ്സും ഇതിൽ ഏകദേശം ഒരുപോലെയാണ്. ബേർഡ്സിലും കലോട്ടസിലും പെക്ടൺ ഏകദേശം മോർ ഓർ ലെസ് സിമിലർ എന്ന് പറയാം. ഇറ്റ് ഈസ് ബിലീവ് ടു നോറിഷ് ദ റെറ്റിനൽ സെൽസിനെ നോറിഷ് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കുകയാണ് ഇത് ചെയ്യുന്നത് പെക്ടൺ. ലൈ ബിഹൈൻഡ് ദ ഐറിസ്, തൊട്ട് താഴെയായിട്ട്, ഐറിസിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ട്രാൻസ്പാരൻറ്റ് ബൈ കോൺവെക്സ് അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ ലെൻസ് ഉണ്ട്. ഇറ്റ് ഈസ് സസ്പെൻഡഡ് ആൻഡ് ഹെൽഡ് ഇൻ പൊസിഷൻ ബൈ ദ സസ്പെൻസറി ലിഗമെൻസുകളുണ്ട്. അതിനെ കണക്ട് ചെയ്ത് ആ ലെൻസിനെ പിടിച്ച് വെക്കാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് വെക്കാൻ ലിഗമെൻസുകളുണ്ട്. ഈ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ബേസ് ഓഫ് ദ ഐറിസ് ഈസ് എ തിക്ക് ആൻഡ് ലെസ് വാസ്കുലർ സ്ട്രക്ചർ കോൾഡ് സീലിയറി ബോഡി. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സീലിയറി പ്രോസസ് കോൾഡ് സീലിയറി മസിൽസ് ഉണ്ട്. സീലിയറി ബോഡി എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്? ഐനെ അക്കമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീലിയറി ബോഡി എപ്പോഴും വെച്ചിരിക്കുന്നത്. which involves the focusing of lens in relation to the distance of the object in such a way that image is formed only in retina. അതുകൊണ്ടാണ് ഇമേജ് ഫോം ചെയ്തത്. ഈ ലെൻസിന് ചുറ്റും ഒരു പാഡ് ലൈക്ക് അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് ആനുലാർ പാഡ് എന്ന് പറയുന്നത്. അവിടെയാണ് സീലിയർ ബോഡി എന്ത് ചെയ്യുന്നത്? അറ്റാച്ച് ചെയ്ത് കാണുന്നത്. ഇനി എപ്പോഴും പറയുകയാണെങ്കിൽ കലോട്ടസിൻ്റെ വിഷൻ എന്താണ്? മോണോക്കുലർ ആണ്. ഒരൊറ്റ ഇമേജിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ദെൻ മോണോക്കുലർ വിഷൻ എന്ന് പറഞ്ഞാൽ ഈച്ച് ഐ ഹാസ് ഓൺ റേഞ്ച് ഓഫ് വിഷൻ, ഒരൊറ്റ റേഞ്ച് ഓഫ് വിഷന് മാത്രമേ ഉള്ളൂ. ആൻഡ് ബോത്ത് ദ ഐസ് കനോട്ട് ബി ഫോക്കസ് ടുഗദർ ഫോർ ദ സെയിം, അതായത് രണ്ട് ഐയും ഒരൊറ്റ ഒബ്ജക്റ്റിനെ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. ഓക്കെ. ദ ആനിമൽ ക്യാൻ പെർസീവ് മോർ ക്ലിയർലി ദ മൂവിങ് ഓബ്ജക്ട്സ് റാദർ ദാൻ സ്റ്റേഷൻ. എപ്പോഴും മൂവിങ് ഓബ്ജക്ട്സിനെ കൂടുതലായിട്ട് ആ ആനിമൽ എന്ത് ചെയ്യും? പെർസീവ് ചെയ്യും, റാദർ ദാൻ ഒരു ഉറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒബ്ജക്റ്റിനേക്കാളും. ഇതാണ് ഇത് ഐ ഓഫ് കലോട്ടസ്. ചിത്രം എന്തായാലും നിങ്ങൾ വരച്ച് പഠിക്കണം. ഓക്കെ യെസ്. അടുത്തതാണ് സ്റ്റാറ്റോ അക്കോസ്റ്റിക് ഓർഗൻ. അപ്പോൾ അത് കേട്ടിട്ട് ആരും കൺഫ്യൂഷൻ ആവണ്ട, അത് ഇയറിനെയാണ് സ്റ്റാറ്റോ അക്കോസ്റ്റിക് ഓർഗൻ എന്ന് പറയുന്നത്. ഓർഗൻസ് ആർ പെയർ ഓഫ് ഇയേഴ്സ്. ഇയറിന് രണ്ട് പാർട്സ് ഉണ്ട്, മിഡിൽ ഇയറും ഇന്നർ ഇയറും.
മിഡിൽ ഇയർ ക്യാവിറ്റിനെ ടിംപാനിക് ക്യാവിറ്റി എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ക്ലോസ്ലി എക്സ്റ്റേണലി ബൈ എ ടിംപാനിക് മെംബ്രെയിൻ ബട്ട് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ദ ബക്കൽ ക്യാവിറ്റി ത്രൂ യൂസ്റ്റേക്ക്. ബക്കൽ ക്യാവിറ്റിയുമായിട്ട് യൂസ്റ്റേക്കിയൻ ട്യൂബ് വഴിയാണിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ടിംപാനിക് ക്യാവിറ്റി എപ്പോഴും ഇന്നർ ഇയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഓപ്പണിംഗ് വഴിയാണ്. ആ ഓപ്പണിങ്സ് ഏതൊക്കെയാണ്? 2 ഓപ്പണിങ്സ് ആണുള്ളത്, ഫെനസ്ട്ര ഒവാലിസും ഫെനസ്ട്ര റൊട്ടണ്ടയും. Extending between the tympanic membrane, the fenestra ovalis, there is a single ear. Fenestra ovalis ഒരു സിംഗിൾ ഇയർ ഓസിക്കിൾ ആണുള്ളത്. അതിനെയാണ് കോളുമെല്ല ഓറിസ് അല്ലെങ്കിൽ പ്ലെക്ട്രം എന്ന് പറയുന്നത്. അത് എപ്പോഴും ഫിഷസിൻ്റെ ഹയോ മാൻഡിബുലാറിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, ഒരു സ്ട്രക്ചറാണ്. ദെൻ കോളുമെല്ല എപ്പോഴും ടിംപാനോ ആയിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. അറ്റാച്ച്മെൻറ്റിന് സഹായിക്കുന്ന ഒരു കാർട്ടിലേജിന് പറയുന്ന പേരാണ് എക്സ്ട്രാ കോളുമെല്ലാർ കാർട്ടിലേജ്. കോളുമെല്ല ഫിറ്റ് ഇൻ ടു ദ ഫെനസ്ട്ര ഓവാലിസ്. ഇന്നർ ഇയറിൽ ഒരു മെംബ്രെയിനസ് ലാബ്രിന്ത് ഉണ്ട്. അതിന് 2 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? വെസ്റ്റിബ്യൂൾ ഓർ ഓട്ടോസാക്കസ് ആൻഡ് 3 സെമി സർക്കുലർ കനാൽസ് ഉണ്ട്. വെസ്റ്റിബ്യൂളിന് 3 പാർട്സ് ആണുള്ളത്, യൂട്ടിക്കുലസ്, സാക്കുലസ് ആൻഡ് ലജൈന. ഓക്കെ. ദെൻ ലജൈന എപ്പോഴും നമ്മുടെ ഇയറിലെ കോക്ലിയയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലജൈന കണ്ടെയ്ൻസ് പാപ്പില. ലജൈനയിൽ എന്തുണ്ട്? പാപ്പില ബേസിലാരിസ് ഉണ്ട്. ഓഡിറ്ററി ഓർഗൻ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. നമ്മളത് ഓഡിറ്ററി ഓർഗൻ എന്താണ്? കോക്ലിയാണ്. എപ്പോഴും ഇറ്റ് കറസ്പോണ്ട്സ് ടു ദ ഓർഗൻ കോട്ടി ഓഫ് മമ്മേലിയൻ ഇയർ. സെമി സർക്കുലർ കനാലിന് 3 ഉണ്ട്. ഏതൊക്കെയാണ്? ആൻറ്റീരിയർ വേർട്ടിക്കൽ ഉണ്ട്, പോസ്റ്റീരിയർ വേർട്ടിക്കൽ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്. ഈ സെമി സർക്കുലർ കനാൽ ഓപ്പൺ ചെയ്യുന്നത് വെസ്റ്റിബ്യൂളിലേക്കാണ്. 2 എൻഡും വെസ്റ്റിബ്യൂളിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈച്ച് ഓഫ് ദം ഹാസ് രണ്ടിനും എന്തുണ്ട്? ഒരു സ്വെല്ലിംഗ് ഉണ്ട്, ഒരു വീർത്ത് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. 2 ഭാഗം ഒരെൻഡിൽ മാത്രം. അതിന് പറയുന്ന പേരാണ് ആംപ്യൂള. ഇനി മെംബ്രെയിനസ് ലാബ്രിന്ത് എന്ന് പറയുന്നത് അത് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ബോണി ലാബ്രിന്തിൻ്റെ ഉള്ളിലാണ്. അതിന് ഓഫ് ഓഡിറ്ററി ക്യാപ്സൂൾ. അതിൽ എന്തുണ്ട്? ഒരു ഫ്ലൂയിഡ് ഉണ്ട്, എൻഡോലിംഫ് എന്നാണ് പറയുന്നത്. ബോണി ലാബ്രിന്തിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിനെ പെരിലിംഫ് എന്നാണ് പറയുന്നത്. ഇതാണ് ഇയറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊന്ന് വരച്ച് പഠിക്കുക. ഈ ചിത്രമാണ് നിങ്ങൾ വരച്ച് പഠിക്കേണ്ടത്. ഓക്കെ. ഏതാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പമെന്ന് വെച്ചാൽ അത് നോക്കി വരച്ച് പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെൻസ് ഓർഗൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.